തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി ആകാശത്തു നിന്ന് പൊട്ടി വീണ് നമുക്ക് ലഭിച്ചതല്ല. ഇന്ന് പല ആളുകളും പത്രസമ്മേളനങ്ങൾ നടത്തി ഈ കാര്യത്തെ വിശദീകരിക്കുന്ന ഞാനിപ്പോ ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിൽ നിന്നും ഒരു നഗരം മതി എന്ന് അന്നത്തെ UDF ഗവൺമെന്റ് തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ ആ മത്സരത്തിൽ തിരുവനന്തപുരം ഉൾപ്പെട്ടിട്ടില്ല. രണ്ടാം റൗണ്ടിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയാതെ ഒന്നാം പിണറായി ഗവൺമെന്റ് വരുമ്പോഴാണ് തിരുവനന്തപുരം കൂടി ഇതിനകത്ത് വരണം എന്നുള്ളൊരാഗ്രഹം തിരുവനന്തപുരം നഗരസഭ മുന്നോട്ട് വെച്ചത്. അതിന്റെ ഭാഗമായി ആ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യത്തെ ഗൈഡ് ലൈനിൽ പറയുന്ന കാര്യം പദ്ധതി തുകയുടെ 50% സംസ്ഥാനം തരാമെങ്കിൽ നിങ്ങളെ കിട്ടും. അങ്ങനെ 50% തരാമെന്ന് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി കേരള നിയമസഭയിലൂടെ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനവുമായി കേന്ദ്രത്തെ സമീപിച്ചപ്പോഴാണ് മൂന്നാം റൗണ്ട് മത്സരത്തിൽ തിരുവനന്തപുരത്തിനെ ഉൾപ്പെടെ ചേർക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കും. അങ്ങനെ 30 ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളുമായി മത്സരിച്ചിട്ടാണ് ഈ കേരളത്തിലെ തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന നഗരം ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളെ പിന്തുണയ്ക്കൊണ്ട് ഒന്നാം സ്ഥാനത്തോടുകൂടി നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി മാറിയത്. ചെറിയ കാര്യമൊന്നുമില്ല. ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം, മൂന്നാം സ്ഥാനത്ത് വന്ന തിരുവനന്തപുരം നഗരസഭ ഇന്ന് ഇന്ത്യയിലെ 100 സ്മാർട്ട് സിറ്റി നഗരങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് എന്നുള്ള കാര്യം നിങ്ങൾ സ്മാർട്ട് സിറ്റിയുടെ സൈറ്റ് നോക്കി മനസ്സിലാക്കണം. ഇന്ത്യയിലെ 10 സ്മാർട്ട് നഗരങ്ങളിൽ തിരുവനന്തപുരം ഉൾപ്പെടുന്നു എന്നുള്ളത് ഈ പത്രസമ്മേളനം നടത്തുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് സ്മാർട്ട് സിറ്റികൾ അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ അന്തസ്സായിട്ട് ജോലി ചെയ്തിട്ട് വാങ്ങിയെടുത്തതാണ്. അങ്ങനെ ആരുടെയും ഔദാര്യം പറ്റി ഇവിടെ സ്മാർട്ട് സിറ്റി വന്നതല്ല. സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ പകുതി പണം ചെലവാക്കുകയാണ്. കോർപ്പറേഷൻ അതിന്റെ ഭൂരിഭാഗം പണം ചെലവാക്കുകയാണ്. അങ്ങനെ 1536 കോടി രൂപയുടെ പദ്ധതിയും കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് കേവലം 500 കോടി രൂപയാണ്. ബാക്കി മുഴുവൻ പണം ചെലവഴിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും തിരുവനന്തപുരം നഗരസഭയുമാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് മലയാളികൾ എന്നുള്ള കാര്യം ഒന്നും പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഈ പത്രസമ്മേളനം നടത്തി വികസനത്തിന്റെ എല്ലാ അടിപ്പേർ അവകാശവും ഞങ്ങൾക്കാണ് എന്ന് പറയുന്ന മഹാന്മാർ അത് ഓർമ്മിക്കണം. ഈ നിലയിൽ തിരുവനന്തപുരത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നഗരത്തെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വലിയ പിന്തുണ നൽകിയത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും തിരുവനന്തപുരം നഗരസഭയുമാണ്. അതുകൊണ്ടാണ് ഈ നിലയിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ ആവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി കഴിയും. ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ്, ഈ 100 സ്മാർട്ട് സിറ്റികളിൽ രൂപീകരിച്ച പദ്ധതികൾ കൃത്യമായി 100% കൃത്യമായി നടപ്പിലാക്കിയ